യൂണിറ്റ് 9 ആഡിങ് അഗെയിൻ ആൻഡ് അഗെയിൻ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ യൂണിറ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ടു ക്ലാസ് 2 10 trays were needed to give payasam to children of class 2. How many children are there in class 2? അതായത് എന്താണ് 10 trays വേണം അല്ലേ? ക്ലാസ് 2 കുട്ടികൾക്ക് പായസം കൊടുക്കാനായിട്ട് 10 trays വേണം. അപ്പോൾ മൊത്തം എത്ര കുട്ടികളാണ് ക്ലാസ് 2 ഉള്ളത് എന്നാണ് അറിയാലോ. എന്താണ് ഒരു ട്രേയിൽ 7 കപ്സ് വെച്ചിട്ട് അങ്ങനെ 10 trays വേണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരിക? 10 sevens are അല്ലേ? 10 sevens are 70 അല്ലേ? അപ്പോൾ ഞങ്ങൾ എഴുതേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് ട്രേസ് നീഡഡ് എത്രയാണ്? 10 trays ആണ്. ദെൻ ടോട്ടൽ കപ്സ് ഓഫ് പായസം ഇൻ ഈച്ച് ട്രേ 7 ആണ്. ദെൻ ടോട്ടൽ കപ്സ് ഓഫ് പായസം അപ്പോൾ എത്രയാണ് വരിക? 10 sevens are 70. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ എത്രയാണ്? 70 ആണ് അല്ലേ? 4 times 7 കപ്സ് എന്ന് പറഞ്ഞാൽ എത്രയാ? 4 sevens are 28 അല്ലേ? 4 times 7 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ട്രേയിൽ 7 കപ്സ് വെച്ചിട്ടാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്? 7 + 7 + 7 + 7 4 പ്രാവശ്യം 7 ആഡ് ചെയ്യുക. അതായത് 4 sevens are 28. ഇനി ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 7 trays with 4 cups of payasam on each. How many cups are there in all? അതായത് ടോട്ടൽ നമ്പർ ഓഫ് ട്രേസ് 7 ആണ്. ദെൻ ടോട്ടൽ കപ്സ് ഇൻ ഈച്ച് ട്രീ 4 ആണെങ്കിൽ എത്ര കപ്സ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ എങ്ങനെയാ കാണുക? 7 times 4 ആണ് അല്ലേ? 7 4കൾ 7 times 4 എന്ന് പറഞ്ഞാൽ 7 4s are 28. 4 sevens are 28 ആണ്. 7 4s are 28 ആണ്. അതിന്റെ ഓപ്പറേഷൻ മോഡിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ആൻസർ ഒക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. സോങ്സ് ഓഫ് വീക്ക്. 7 days in a row make 1 week, you know. Can you tell me now how many days make 2? Oh yes, we can tell 14 days in all. അതായത് ഒരാഴ്ചയിൽ 7 ദിവസമാണ്. അപ്പം നിങ്ങൾക്ക് പറയാൻ കഴിയുമോ 2 ആഴ്ചയിൽ എത്ര ദിവസമാണെന്ന് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് അല്ലേ? പറയാൻ കഴിയുമല്ലോ. 1 വീക്കിൽ 7 days ആണെങ്കിൽ 2 വീക്സിൽ എത്ര ഡേയ്സാ? 7 + 7 അല്ലേ? 14. അതായത് 2 sevens are 14. ഇനി നമുക്ക് ബാക്കി ലൈൻസ് ഒന്ന് ആഡ് ചെയ്യണം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? How many days make 3? Oh yes, we can tell 21 days in all. അല്ലേ? 3 വീക്സിൽ എത്ര ദിവസമുണ്ട്? 3 sevens are അല്ലേ? 3 sevens are എത്രയാ? 21 ആണ്. ദെൻ അടുത്ത ലൈൻസ് നമുക്ക് എങ്ങനെ പറയാം? How many days make 4? Oh yes, 28 days in all. അപ്പോൾ 4 വീക്സിൽ എത്ര ഡേയ്സ് ഉണ്ട്? 4 sevens are അല്ലേ? 4 7കൾ ചേർന്നാലല്ലേ നമുക്ക് ഡേയ്സ് കണ്ടെത്താൻ കഴിയുക. അപ്പോൾ 4 sevens are എത്രയാ? 28 days ആണ് അല്ലേ? ടണൽ കുടുംബശ്രീ യൂണിറ്റ് മേക്സ് അംബർലാസ്. മീനൂസ് മദർ ഈസ് എ മെമ്പർ ഓഫ് ദിസ് യൂണിറ്റ്. ടണൽ കുടുംബശ്രീ യൂണിറ്റ് അംബർലാസ് ഉണ്ടാക്കുന്നുണ്ട്. മീനുവിന്റെ അമ്മ ആ യൂണിറ്റിലെ ഒരു അംഗമാണ്. ഷി ഗോട്ട് ആൻ ഓർഡർ ഫോർ 11 അംബർലാസ്. അവർക്ക് 11 കുടകൾക്കുള്ള ഒരു ഓർഡർ കിട്ടി. ഈച്ച് അംബർല മസ്റ്റ് ഹാവ് 8 റിബ്സ്. ഓരോ അംബർലയ്ക്കും എത്ര റിബ്സ് വേണം? റിബ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ കമ്പികൾ കേട്ടോ. 8 റിബ്സ് വേണം. ഷി ഹാസ് ഇനഫ് റിബ്സ് ടു മേക്ക് 3 അംബർലാസ്. അവർക്ക് 3 അംബർലാസ് ഉണ്ടാക്കാനുള്ള കുടക്കമ്പികൾ ഉണ്ട്. ഹൗ മെനി റിബ്സ് ഡസ് ഷീ ഹാവ് അറ്റ് ഹോം? അപ്പൊ അവരുടെ വീട്ടിൽ എത്ര കമ്പികൾ ഉണ്ട് എന്നാണ് ചോദിക്കുന്നത് അല്ലേ? അപ്പൊ എത്രയാണ്? 3 അംബർലാസ് ഉണ്ടാക്കാനുള്ള റിബ്സ് ഉണ്ട് അല്ലെ? ഓരോ അംബർലാസിനും എത്ര റിബ്സ് എന്നാ പറയണത്? 8 റിബ്സ് വേണം. അപ്പൊ എത്ര റിബ്സ് ആണ് ഉള്ളത്? 8 + 8 + 8 അല്ലേ? അതായത് 3 8s are 3 8കൾ അല്ലേ? 3 8s are എത്രയാണ്? അപ്പൊ 8ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും പഠിക്കണം കേട്ടോ. 3 8s are 24 ആണ്. 24 എന്ന് ആൻസർ ചെയ്ത. മീനു went with her mother to buy ribs for the remaining 8 umbrellas. How many ribs are needed? 11 അംബർലാസിനുള്ള ഓർഡർ ആണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? അതിൽ 3 അംബർലാസ് ഉണ്ടാക്കാനുള്ള റിബ്സ് അവരുടെ കയ്യിലുണ്ട്. ബാക്കി 8 അംബർലാസ് ഉണ്ടാക്കാനുള്ള റിബ്സ് വാങ്ങാനായിട്ട് അമ്മയുടെ കൂടെ റിബ്സ് വാങ്ങാനായിട്ട് പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്ര റിബ്സ് ആവശ്യമുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ എത്രയാണ് വരിക? 8 8കൾ അല്ലേ? 8 8s are എത്രയാണ്? 64 ആണ് കേട്ടോ. 64 എന്ന് ആൻസർ ചെയ്ത. ഹൗ മെനി റിബ്സ് ആർ നീഡഡ് ഫോർ 11 അംബർലാസ്? അപ്പൊ 11 അംബർലാസിന് എത്ര റിബ്സ് വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നേരത്തെ നമ്മൾ കണ്ടെത്തിയത് എത്രയായിരുന്നു? 3 അംബർലാസിന് വേണ്ട റിബ്സ് നമ്മൾ കണ്ടെത്തി അല്ലേ? വീട്ടിൽ എത്ര റിബ്സ് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ കണ്ടെത്തിയില്ലേ? എത്രയായിരുന്നു? 24 അല്ലേ? ദെൻ അതിന്റെ കൂടെ തന്നെ 8 അംബർലാസിന് വേണ്ട റിബ്സ് നമ്മളിപ്പോൾ കണ്ടെത്തി. എത്രയാണ്? 64 ആണ് അല്ലേ? അത് രണ്ടും കൂടിയും ആഡ് ചെയ്താലും മതി. 64 + 24 എത്രയാ വരിക? 88 വരും. അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് അംബർലാസ് 11. ദെൻ ടോട്ടൽ റിബ്സ് for each umbrellas 8. then total number of ribs 11 8s are അല്ലേ? 11 8s are എത്രയാണ്? 88 ആണ്. 11 8s are കാണാനായിട്ട് 10 + 1 ആണല്ലോ 11. 10 8s are 80. then 1 8s are 8. അപ്പോൾ 80 + 8 88.
അടുത്തത് കാൽക്കുലേറ്റ് ദ ആൻസേഴ്സ് ആൻഡ് റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. ചോട്ടിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ ആൻസറൊക്കെ കണ്ടെത്തിയിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് നോക്കൂ. ദ പ്രൈസ് ഓഫ് 1 പാക്കറ്റ് ഓഫ് ക്രയോൺസ് ഈസ് 8 rupees. ഹൗ മച്ച് ഈസ് നീഡഡ് ടു ബൈ 6 പാക്കറ്റ്സ്? അതായത് ഒരു പാക്കറ്റ് ക്രയോൺസിൻ്റെ വില 8 രൂപയാണ്. അപ്പോൾ അങ്ങനെ 6 പാക്കറ്റ്സ് വാങ്ങണമെങ്കിൽ എത്ര രൂപ വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. പ്രൈസ് ഓഫ് 1 പാക്കറ്റ് ഓഫ് ക്രയോൺ ഈസ് ഈക്വൽ ടു 8 rupees. ദെൻ പ്രൈസ് ഓഫ് 6 പാക്കറ്റ്സ് ഓഫ് ക്രയോൺസ് എങ്ങനെയാണ് കാണുക? 6 8കൾ അല്ലേ, 6 8s are, അതായത് 8 + 8 + 8 + 8 + 8 + 8, അതായത് 6 8s are അല്ലേ. 6 8കൾ എത്രയാണ് വരിക? 48 കേട്ടോ. 48 എന്ന് എഴുതുക. ദെൻ മീനു സ്കൂൾ നീഡ്സ് 8 പേപ്പർ കട്ടേഴ്സ്. ദ പ്രൈസ് ഓഫ് 1 ഈസ് 7 rupees. ഹൗ മച്ച് മണി ഈസ് നീഡഡ്? മീനുവിൻ്റെ സ്കൂളിന് 8 പേപ്പർ കട്ടേഴ്സ് ആവശ്യമുണ്ട്. ഒരു പേപ്പർ കട്ടിൻ്റെ വില എത്രയാണ്? 7 rupees ആണ്. 8 പേപ്പർ കട്ടേഴ്സ് വാങ്ങാൻ എത്ര രൂപ ആവശ്യമുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ ചെയ്യാം? 8 7s are കാണണം കേട്ടോ. എത്രയാണ്? 56 ആണ് വരിക കേട്ടോ. അപ്പോൾ 8ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നന്നായി പഠിച്ചാലാണ് ഇതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ കേക്ക് ക്യാൻ ബി കട്ട് ഇൻ ടു 8 pieces. 5 cakes were bought and cut as shown in the picture. How many pieces are there? അതായത് ഒരു കേക്കിനെ 8 pieces ആയിട്ട് കട്ട് ചെയ്യാം. അവിടെ പിക്ചറിൽ കാണിച്ച പോലെ 8 pieces ആയിട്ട് കട്ട് ചെയ്യാം. മൊത്തം ടോട്ടൽ നമ്പർ ഓഫ് കേക്ക്സ് എത്രയാണ് കൊണ്ടുവന്നത്? 5 cakes ആണ്. അപ്പം മൊത്തം എത്ര പീസസ് ഓഫ് കേക്ക്സ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കേക്ക്സ് എത്രയാണ്? 5 ആണ്. ദെൻ എ കേക്ക് ക്യാൻ ബി കട്ട് ഇൻ ടു എത്ര പീസസ് ആണ്? 8 pieces ആണ്. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് പീസസ് എങ്ങനെയാ കാണുക? 5 8s are അല്ലേ, 5 8കൾ. 5 8s are എത്രയാ? 40 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഡിഡ് യു സീ ദ പിക്ചർ ഓഫ് ദ ചെസ് ബോർഡ് ഓൺ ദ പേജ് 127? ഹൗ മെനി സ്ക്വയേഴ്സ് ഹാവ് പീസസ് ഓൺ ദം? ഹൗ മെനി സ്ക്വയേഴ്സ് ഡസ് ദ ചെസ് ബോർഡ് ഹാവ്? പേജ് നമ്പർ 127 ചെസ് ബോർഡിന്റെ ചിത്രം കണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഈ യൂണിറ്റിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കണ്ടല്ലോ ചെസ് ബോർഡിന്റെ ചിത്രം കണ്ടില്ലേ? ആ ചെസ് ബോർഡ് ഉണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ചെസ് ബോർഡിൽ എത്ര കളങ്ങളാണുള്ളത്? ചെസ് ബോർഡിൽ എത്ര കളങ്ങളിലാണ് കരുക്കൾ ഉള്ളത് എന്ന് കേട്ടോ. നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇൻ 1 line ഓഫ് എ ചെസ് ബോർഡ്. ഒരു ചെസ് ബോർഡിന്റെ ഒരു ലൈനിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ട് നോക്കുക. 8 ആണ്. കൗണ്ട് ചെയ്ത് നോക്കി കാണാം. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ്, എത്ര ലൈനുകളാണുള്ളത്, എത്ര വരികളാണുള്ളത്? 8 lines ആണുള്ളത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എങ്ങനെയാണ് കാണുക? 8 8കൾ അല്ലേ. 8 × 8. 8 8s are എത്രയാണ്? 64 ആണ്. ദെൻ ഹൗ മെനി സ്ക്വയേഴ്സ് ഹാവ് പീസസ് ഓൺ ദം എന്നല്ലേ. എത്ര സ്ക്വയേഴ്സിനാണ് കരുക്കൾ ഉള്ളത് എന്നല്ലേ. ഇപ്പോൾ 4 lines ഹാവ് പീസസ് അല്ലെ, 4 ലൈൻസിനാണ് പീസസ് ഉള്ളത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ദാറ്റ് ഹാവ് പീസസ് എങ്ങനെയാ കാണുക? ഓരോ ലൈനിലും 8 സ്ക്വയേഴ്സ് അല്ലേ. എങ്ങനെയാ ആൻസർ വരിക? 4 8s are. 4 8s are എത്രയാ? 32. ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. എ ഷിപ്പ് ടു വിഴിഞ്ഞം പോർട്ട് ക്യാരിയിങ് എ ക്രെയിൻ ഫ്രം ചൈന ടുക്ക് 3 weeks ടു മേക്ക് ദ ട്രിപ്പ്. ഹൗ മെനി ഡേയ്സ് ഡിഡ് ഇറ്റ് ട്രാവൽ? എന്താണ്? വിഴിഞ്ഞം തുറമുഖത്തേക്ക് ചൈനയിൽ നിന്നും ക്രെയിനുമായി വന്ന കപ്പൽ യാത്രയ്ക്ക് 3 ആഴ്ച എടുത്തു എന്നല്ലേ. എത്ര ദിവസമാണ് കപ്പൽ യാത്ര ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് എങ്ങനെ കാണാം? ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ വീക്ക് നമുക്കറിയാം അല്ലേ, 7 days ആണ്. ടോട്ടൽ നമ്പർ ഓഫ് വീക്സ് ദേ ടുക്ക് ടു ട്രാവൽ ചെയ്യാൻ വേണ്ടി എത്ര വീക്സ് എടുത്തു? 3 weeks ആണ്. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് കാണാമല്ലോ. ഒരു വീക്കിൽ 7 days ആണെങ്കിൽ 3 weeksൽ എത്ര ഡേയ്സ് ആണ്? 3 7s are അല്ലേ. 3 7s are എത്രയാ? 21. അപ്പോൾ 21 days എടുത്തു അല്ലേ. 21 days എന്ന് എഴുതുക കേട്ടോ. അടുത്തത് ഫിൽ ഇൻ ദ എംപ്റ്റി സെൽസ്. ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന സെൽസ് ഫിൽ ചെയ്യാനാണ് കേട്ടോ. ഇത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ്. 8ൻ്റെയും 7ൻ്റെയും. 1 8s are 8 നമുക്ക് തന്നിട്ടുണ്ട്. 2 8s are 16. ദെൻ 3 8s are എത്രയാണ്? 24. Then 4 8s are 32. 5 8s are 40. 6 8s are 48. 7 8s are 56. 8 8s are 64. 9 8s are 72. 10 8s are 80. ഫില്ല് ചെയ്യാത്ത സ്ഥലത്തൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുക കേട്ടോ. അടുത്തത് 7ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ്. 1 7s are 7. 2 7s are 14. 3 7s are 21. 4 7s are 28. 5 7s are 35. 6 7s are 42. 7 7s are 49. 8 7s are 56. 9 7s are 63. 10 7s are 70. ഇവിടെയും ഫിൽ ചെയ്യാത്ത സ്ഥലത്തൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യുക കേട്ടോ. കൂട്ടത്തിൽ ഇത് പഠിക്കുകയും ചെയ്യുക കേട്ടോ. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്കും എന്ത് ചെയ്യണം? 8 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചു വെക്കണം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ 9ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുക്കുന്നതാണ് കേട്ടോ.